പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ താരമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീകമായ ഒരു ചിന്ത ഞാൻ പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മെ ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവൻ മോശയുടെ കാലഘട്ടത്തിൽ മോശയെ തൻ്റെ മാതാവ് ഹല്ലേലൂയ സ്തോത്രം നൈൽ നദിയിലൂടെ യാഗണ പെട്ടകത്തിനകത്ത് ഒഴുക്കി വിടുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെങ്കിൽ മോശയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. മോശയുടെ മേലുള്ള ദൈവിക വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ജനലക്ഷങ്ങൾക്ക് താൻ നേതാവായി തീരണം എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. മോശ വാഗ്ദത്തമുള്ളവനാകയാൽ അവൻ്റെ മേലൊരു പ്രത്യേകമായ ദൈവിക നിയോഗം കിടപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവിക നിയോഗമുള്ളവൻ ഇനി നൈൽ നദിയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ സ്തോത്രം, അവന് ഒരു കേടുപാടും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. അവനെ ദുഷ്ടജന്തുക്കൾ അവൻ നശിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അവൻ നിങ്ങളുടെ മേലുള്ള വാഗ്ദത്ത നിമിത്തം നിങ്ങളുടെ മേൽ ദൈവം ഒരു ദൈവികമായ പ്രത്യേക നിയോഗം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം നശിപ്പിക്കുവാനായിട്ട് ഹെരോദാവ് പദ്ധതിയിട്ടു. ഹല്ലേലൂയ. ആൺകുഞ്ഞുങ്ങളെയൊക്കെ ആ കാലഘട്ടത്തിൽ നശിപ്പിക്കണമെന്നുള്ളൊരു കൽപ്പന ആ ഹെരോദാവ് പുറപ്പെടുവിച്ചു. പക്ഷെങ്കിൽ ദൈവികമായ വാഗ്ദത്തം പുത്രനായ യേശു ക്രിസ്തുവിന്റെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. താൻ ഹല്ലേലൂയ സ്തോത്രം പ്രത്യേകമായ ഒരു ദൈവിക നിയോഗമുള്ളവനായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പിശാചിന് പിടിക്കുവാനായിട്ട് പുത്രനായ യേശു ക്രിസ്തുവിനെ സാധിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. തന്നെ പോലെ ശിശുവായിട്ട് ജനിച്ച അനേക കുഞ്ഞുങ്ങൾ ആ നാളിൽ മരിച്ചു പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവിക നിയോഗമുള്ളവൻ, ദൈവിക വാഗ്ദത്തമുള്ളവൻ ഹല്ലേലൂയ സ്തോത്രം പിശാചിന്റെ മുമ്പിൽ താളടിയാകുവാൻ പിതാവാകുന്ന ദൈവം അനുവദിച്ചില്ല. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ മേൽ ഒരു ദൈവികമായ വാഗ്ദത്തമുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ പ്രത്യേകമായ ദൈവിക നിയോഗത്തിനകത്തുള്ളവരാണ്. പിശാച് നിങ്ങളെ തകർക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കരയേറ്റുമാറാകണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവികമായ നിയോഗമുള്ളവനായിരുന്നു, ദൈവിക വാഗ്ദത്തമുള്ളവനായിരുന്നു ശമൂവേൽ എന്ന ബാലൻ. ഹല്ലേലൂയ സ്തോത്രം. ആ തലമുറയിൽ അനേകർ നശിച്ചു പോയപ്പോൾ ദൈവികമായ പദ്ധതി ഉള്ളവൻ, ദൈവികമായ നിയോഗമുള്ളവൻ ദാൻ മുതൽ ബർശേബ വരെ പ്രസിദ്ധനായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. വാഗ്ദത്തമുള്ള കർത്താവായ യേശു ക്രിസ്തു പുത്രനായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പ്രത്യേകമായ ദൈവിക നിയോഗമുള്ളത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം താന് ഗലീലയിൽ ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും വലിയവനായി തീർന്നു. നസ്രത്തിൽ ഏറ്റവും വലിയവനായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേലിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചരിത്രം സൃഷ്ടിക്കുവാൻ പുത്രനായ യേശുവിന് സാധിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ ദൈവികമായ നിയോഗമുണ്ടെങ്കിൽ പിശാചിന് നിങ്ങളെ തൊടുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഗലീലയിലെ കാനാവിൽ വെച്ച് തന്റെ മഹത്വം താൻ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. തന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ സകല ജനവും വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവിക നിയോഗം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ദൈവിക വാഗ്ദത്തമുള്ള ഒരു തലമുറയാണ് നിങ്ങളെങ്കിൽ, ഒരു പുതിയ തലമുറയാണെങ്കിൽ, ദൈവിക വാഗ്ദത്തത്തിനകത്തുള്ള ഒരു തലമുറയാണെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുവാൻ പിശാചിനോ ലോകത്തിനോ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ മേൽ കിടക്കുന്നത് ഒരു പ്രത്യേകമായ ദൈവിക നിയോഗമാണ്. ഹല്ലേലൂയ സ്തോത്രം. പിശാചിന്റെ തലയെ തകർക്കുവാൻ, പാതാള ഗോപുരങ്ങളെ ജയിക്കുവാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ സ്തോത്രം ഈ ഒരു വീഡിയോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന ചിലർ ദൈവികമായ നിയോഗമുള്ളവരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവരോടുള്ള ബന്ധത്തിൽ
ദൈവത്തിന്റെ പദ്ധതികൾ വലിയതാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ പിശാചിനെ മുട്ടുകുത്തിക്കുവാൻ, പിശാചിനെയും അവൻ ഹല്ലേലൂയ സ്തോത്രം അവന്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കുവാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. വിശ്വസിക്കുന്നവർ അവൻ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പകൽ ആമേൻ പറയണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവികമായ നിയോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നശിക്കുവാൻ ദൈവം ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. ഈ ഒരു വീഡിയോയിലൂടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഈ ഒരു ആത്മീയമായ ഒരു ചിന്ത പറയുവാനായിട്ട് ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അവൻ നമ്മെ തെരഞ്ഞെടുത്തതാണെങ്കിൽ, നാം ദൈവികമായ വാഗ്ദത്തമുള്ളവരാണെങ്കിൽ നമ്മുടെ മേലൊരു പ്രത്യേകമായ ദൈവിക നിയോഗമുണ്ട്. ഹല്ലേലൂയ. പിശാചിന് നമ്മെ തോൽപ്പിക്കുവാൻ സാധിക്കത്തില്ല. നാം പിശാചിന് മുകളിലാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ സമാധാനത്തിന്റെ ദൈവം അവൻ പിശാചിനെ വേഗത്തിൽ നമ്മുടെ കാൽ കീഴെ ചതച്ചു കളയും. ഹല്ലേലൂയ സ്തോത്രം. അവൻ വിശ്വസിക്കുന്നവർ അവൻ ദൈവത്തിന് മഹത്വം കരയേറ്റുമാറാകണം. ഹല്ലേലൂയ സ്തോത്രം. ഈ ഒരു വാക്കുകളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രത്യാശിക്കുകയാണ്. ഏവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.